കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. കിഷോർ തകർന്നു പോയിരിക്കുകയാണ്. കാരണം കിഷോറിന്റെ കൺമുന്നിൽ കൂടെയാണ് അവർണി അജാസും കൂടെ ഹൗസ് ബോട്ടിൽ കയറി പോയിരിക്കുന്നത്. അവര് റിസോർട്ടിലേക്ക് അങ്ങോട്ട് പോയതാന്ന് തോന്നേ. അങ്ങനെയാണെങ്കിൽ അവര് ഒരുമിച്ചായിരിക്കുമെന്ന്. താൻ വെറും മണ്ടനായിപ്പോയി. ഒരു പക്ഷെ അവർണയുടെ വയറ്റി വളരുന്ന അജാസിന്റെ കുഞ്ഞായിരിക്കോ. അമ്മ അതിനെക്കുറിച്ച് പറയുകയും ചെയ്താ. അതുകൊണ്ടാണോ ഈ സമയത്ത് അവൻ അവളോട് കൂടുതൽ കെയർ കാണിക്കുന്നത്. അപ്പൊ താൻ വെറുതെ നടക്കുന്ന താൻ പുറകെ നടക്കുന്ന വെറുതെ ആണോ? അങ്ങനെ ഒരു ചിന്തയൊക്കെ കിഷോറിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ കിഷോർ അങ്ങ് തോറ്റു കൊടുക്കാൻ സമ്മതിച്ചില്ല. എങ്ങനെ അക്കരെ എത്തണം? അവരാണ് അവിടെ ഉള്ളെങ്കിൽ എങ്ങനെയാണുള്ളത് കണ്ടുപിടിക്കണം. പക്ഷെ എങ്ങനെ പോകും? ഹൗസ് ബോട്ട് പോവുകയും ചെയ്തല്ലോ. അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. ഈ സമയത്ത് അവിടെയുള്ളൊരു ചേട്ടനോട് ചോദിച്ചു, അല്ലേ ഏട്ടാ, ആ ഹൗസ് ബോട്ട് ഇനി തിരികെ പറ്റില്ലെന്ന് ചോദിക്കുക. അത് വരണമെങ്കിൽ ഇനി ഇപ്പൊ ഏതെങ്കിലും ഗസ്റ്റുകളുണ്ടെങ്കിൽ മാത്രം അവരെ കൂട്ടാൻ വേണ്ടി വരത്തുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങോട്ട് വരത്തില്ല എന്ന് പറയാം. പിന്നെ എന്ത് ചെയ്യും? പെട്ടുപോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് കിഷോർ വല്ലാത്തൊരവസ്ഥയിൽ മടങ്ങി പോവാണ്. ഈ സമയം ഹൗസ് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവർണിക അജാസിനോട് പറഞ്ഞു, അല്ല നമ്മുടെ പ്ലാനൊക്കെ വിജയിക്കണമല്ലോ. നമ്മൾ അവിടെ ചെന്നിറങ്ങുന്ന നമ്മുടെ ഈ വേഷത്തിലായിരിക്കില്ല. നമ്മൾ നമ്മുടെ വേഷം ചേഞ്ച് ചെയ്തല്ലേ ചെന്നിറങ്ങണേന്ന് പറയാണ്. അങ്ങനെ അവർ ഹൗസ് ബോട്ടെ വെച്ച് തന്നെ അവരുടെ വേഷം അങ്ങോട്ട് മാറ്റുവാണ്. കാരണം അങ്ങോട്ട് ചെന്നിറങ്ങി കഴിയുമ്പോൾ രാധികാമ വരണമൊക്കെ പുറത്തെങ്ങാനും ഉണ്ടെങ്കിൽ കള്ളത്തരം കയ്യോടെ പിടികൂടും. ഒരു കാരണവശാലും അത് പാടില്ല. അതുകൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വേണം ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. ഓണമായതുകൊണ്ട് ആരും പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പോകുന്നുമില്ല. അങ്ങനെ അവർ രണ്ടുപേരും പുലികളുടെ വേഷം അണിയുവാണ്. ഈ വേഷമാണ് പിന്നെ പ്രത്യേകിച്ച് ആർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകത്തില്ലോ. അങ്ങനെ അവരങ്ങോട്ട് ചെല്ലുക. ഈ സമയത്ത് രാധികാമ്മ വരുണൊക്കെ ഹാളിലുണ്ടായിരുന്നു. ഇങ്ങനെ അവിടെ നോക്കി കഴിയുമ്പോഴത്തേനും രണ്ട് പുലികൾ അങ്ങോട്ട് വരുന്നുണ്ട്. കൊള്ളാലോ, ഒരു പെൺപുലി ഒരു ആൺപുലിയാണല്ലോ വരുന്നതെന്ന് പറയാം. കാഞ്ചന പറഞ്ഞു, ദേ മാമി നോക്കു മാമി, എന്ത് ഭംഗിയാ നോക്ക് പറയണേ. എന്നിട്ട് രാധിക, ശരിയാ, ഓണം ആയതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓണത്തിന് റിസോർട്ടിലേക്ക് വന്നാൽ നന്നായി. അതുകൊണ്ട് ഈ പുലികളിയൊക്കെ കാണാൻ പറ്റില്ലെന്ന് ചോദിക്കുക. പ്രിയ ശരിയാ, അമ്മ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നീട് അവളുടെ മുന്നിൽ വന്ന് കിടന്ന് ഡാൻസ് കളിക്കുവാണ്. ഈ സമയം കാഞ്ചന ശരിക്കും നോക്കുന്നുണ്ടായിരുന്നു രണ്ട് പുലികളെ. പെൺപുലിനെ ആൺപുലിനെ ശ്രദ്ധിച്ചു. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. കാഞ്ചനയുടെ നോട്ടം കണ്ടപ്പോ രേഖ ചോദിച്ചു, എന്താ കാഞ്ചനയ്ക്ക് പുലിയായ കൊള്ളാമെന്നുണ്ടോന്ന് ചോദിക്കുക. വേണ്ട വേണ്ട, എനിക്കൊന്നും അറിയില്ല എന്ന് പറയണേ. അങ്ങനെ പറയില്ല. കാഞ്ചനയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കാഞ്ചനക്ക് പെൺപുലി അയക്കും. എന്തുകൊണ്ട് കാഞ്ചനയ്ക്ക് പെൺപുലിയായി നല്ല ഭംഗിയായിരിക്കും കാണാനെന്ന് പറയാം. വേണ്ട വേണ്ട, എനിക്ക് അങ്ങനെയൊന്നും ആവണ്ടെന്ന് പറയണം. പിന്നീട് അവർ കുറച്ചേരം ഡാൻസ് ചെയ്തിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം കാഞ്ചന രൂക്ഷമായിട്ട് നോക്കിയവരെന്ന്. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടോ രണ്ടുപേരും കൂടെ. ഈ സമയം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗീതവും ഗോവിന്ദും. ഇതായിട്ട് അവർണികയും അജാസും വന്നിട്ടില്ല. വരാനുള്ള സമയം കഴിഞ്ഞല്ലോ എന്ന് ഓർത്തിരുന്നപ്പോൾ ഡോർബെൽ അടിക്കുന്നത് കേട്ടു. അങ്ങനെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പുലികളുടെ വേഷം അടിച്ച് രണ്ടുപേര്. ദൈവം, ഇതാരായിരിക്കും പോലും. പിന്നീട് അജാസ് ഫോൺ വിളിക്കുകയാണ്, കഥവ് തുറക്കാൻ പറയാണ്. അങ്ങനെ ഗോവിന്ദന് മനസ്സിലായി അവരാ വന്നിരിക്കുന്നതെന്ന്. അങ്ങനെ അവരകത്തേക്ക് കയറി വരുവാണ്. നിങ്ങളെന്തിനാ ഈ വേഷത്തിൽ നിന്ന് ചോദിക്കോ? നല്ല കഥയായിപ്പോയി. അകത്തേക്കൊന്ന് കയറി വരാൻ പറ്റണ്ടേ? അല്ലാതെ ഞങ്ങള് അവർണെങ്കി അജാസ് വന്ന് പറഞ്ഞ് നേരിട്ട് ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ലോ. രാധികാമ്മ വരണൊക്കെ അവിടെ നിൽക്കുന്നേ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം ഉണ്ടാവും. അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്. എന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഇത്ര റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, അവരുടെ ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഡ്രസ്സൊക്കെ ഇട്ട് അതൊന്നും കുഴപ്പമില്ലെന്നേ. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ റിസ്ക് എടുത്തിരിക്കുന്നേ. നിങ്ങളുടെ രണ്ടുപേരുടെ സന്തോഷകരമായ ജീവിതം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. എത്രയോ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു. എന്റെ കാര്യമൊന്നും ഓർത്തു വെക്ക്. എന്റെ ജീവിതം ഈ വിധമായി തീർന്നു. പ്രണയിച്ച് കല്യാണം കഴിച്ച, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഗീതവും ഗോവിന്ദ് സാറുവോ, നിങ്ങൾ രണ്ടുപേരും ഒരു കോൺട്രാക്ട് മാരേജിന്റെ പുറത്താണ് കല്യാണം കഴിച്ചത്. പക്ഷേങ്കിൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ, നല്ല സ്നേഹത്തോടെ കഴിയുന്നു. അതാണ് ദൈവത്തിന്റെ ഒരു നിയോഗം എന്ന് പറഞ്ഞേ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ പോകും. പിന്നെ ആകെപ്പാടെ സന്തോഷം, ഇങ്ങനെ ചെറിയ ഒരു ത്രില്ലൊക്കെ വരുന്ന ആ ജീവിതത്തിൽ എന്ന് പറയാം. ഈ സമയം അജാസ് പറഞ്ഞു, കഷ്ടിച്ചാ ഞങ്ങൾ രക്ഷപ്പെട്ടെ. ഓണമല്ലായിരുന്നേ ഞങ്ങൾ പെട്ടുപോയനം. ഞങ്ങൾക്ക് വേഷം മാറി ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഞങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കില്ലേന്ന് ചോദിക്കുക. പിന്നീട് അജാസ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെട്ടു. ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാൽ മതി എന്ന് പറയാം. അല്ല, ഈ ഡ്രസ്സ് ഇട്ടുണ്ടോ? അതെ, ഈ ഡ്രസ്സോ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഈ വേഷം ഊരി തരാന്ന് പറയണം. അങ്ങനെ അവരവരുടെ പുലിവേഷം അങ്ങോട്ട് ഊരി കൊടുക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും വേഷമൊക്കെ മാറി. പിന്നീട് ഗോവിന്ദ് സാറെ കാര്യം ചെയ്യണം. അതെ, അവിടെ ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ഒരു സംശയത്തിന് ഇടവരുത്തില്ല. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറയാം. അതൊക്കെ ഞാൻ ഏറ്റു. ഏതിനോട് പറഞ്ഞ് നീ കുളമാക്കിയേക്കല്ലെന്ന് പറയാം. ഞാൻ കുളവാക്കൂല, പക്ഷേങ്കില് ഗോവിന്ദേട്ടൻ കുളവാക്കായിരുന്നാ മതി എന്ന് പറയണം.
പിന്നീട് അജാസ് പറഞ്ഞു, ഒരു കാരണവശാലും പിടി കൊടുക്കില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കണം. അറിയാലോ, പിടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ പ്രശ്നമാവെന്ന് പറയാം. ഇത് കേട്ടോ അവർണിക പറഞ്ഞു, അതിനാ പിടിച്ചാലും ഇപ്പൊ എന്താ കുഴപ്പമിരിക്കുന്നത്? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, നിങ്ങൾ ഒന്നിച്ചിരുന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ആകാശം ഇടിഞ്ഞ് വീഴാൻ പോകുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടോ ഗീത പറഞ്ഞു, അത് ശരിയാകത്തില്ല, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഞങ്ങൾ ഇത്രമാത്രം വേഷം കിട്ടിയത്. ഇനി ഇപ്പൊ എന്താണെങ്കിലും ഇപ്പൊ അവരൊന്നും അറിയാൻ പോകണ്ട, ഇപ്പൊ അറിഞ്ഞു കഴിഞ്ഞിട്ട് ശരിയാകത്തില്ല. രാധികാമ്മ മിക്കവാറും എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാവും, ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കാതിരിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും നമ്പർ ഇടും, അത് ശരിയാവത്തില്ല എന്ന് പറയണം. എന്നാ ശരി, നിങ്ങൾ ഇറങ്ങിക്കോളാൻ പറയാ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങുവാണ് പുലിവേഷമൊക്കെ ഇട്ടിക്കൊണ്ട്. ഈ സമയം രാധികാമ്മ വരണം, അവരെല്ലാരും ഹാളിലുണ്ടായിരുന്നു. അങ്ങനെ അകത്തേക്ക് പോയ പെൺപുലി ആൺപുലിയും വരുന്നതാണ്. അപ്പൊ കാഞ്ചന എന്തേ മാമി അവർ വീണ്ടും തിരികെ വരുവാന്ന് പറയണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വരുൺ പറഞ്ഞു, എന്താളും വന്നല്ലേ, 2 സ്റ്റെപ്പ് പുലി കളിച്ചിട്ട് പോയിക്കോളാൻ പറയണം. പിന്നീട് ഗോവിന്ദൻ ഗീതയോടെ കിടന്ന് ഡാൻസ് കളിക്കുക. ഈ സമയം കാഞ്ചന എന്ത് ചെയ്യണം നോക്കി, അല്ല എന്തോ ഒരു മാറ്റമുള്ള പോലെ, മുമ്പേ ഒന്നും പുലി അല്ലേ ഇത്, വ്യത്യാസം ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. മുമ്പേ കുറച്ച് വയറും കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ പക്ഷെ ഈ പുലിക്ക് വയറ് കുറവാ പെൺപുലിക്ക്, അതെന്താ പോലും. ഇനി എന്തേലും മന്ത്രമോ മായാചാരോ എന്തേലും ആണ്. അങ്ങനെ ആ വഴിയില്ല, എന്തോ 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 ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് കാഞ്ചനയ്ക്ക് തോന്നുവാണ്. ഈ സമയം രാധികാമയും രേഖയും വിനോദും അവരെല്ലാം ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. ആസ്വദിച്ച് പുലികളെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ പുലികൾ എന്ത് ചെയ്യണം, ആൺപുലിയും പെൺപുലിയും കൂടെ രണ്ടുപേരും തകൃതിയായിട്ട് മുന്നിൽ ഡാൻസ് കളിക്കുക. ഇവര് പറയാതെ പോകാനും പറ്റില്ല. പിന്നീട് പ്രിയ പറഞ്ഞു, അതെ കുറെ സമയമല്ലേ ഇവര് കളിക്കാൻ തുടങ്ങിയിട്ട്, ഇനി അവര് പോട്ടെ എന്ന് പറയണം. ഈ സമയം കാഞ്ചന പറഞ്ഞു, വേണ്ട വേണ്ട, കുറച്ച് സമയം കൂടെ, നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് പറയണം. ഈ സമയം ഗീതുവിന്റെ മനസ്സിൽ ആകെപ്പാടൊരു തീയ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ മതി, ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷം അപകടമോ, എവിടെയായാലും എന്തേലും ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയും, നാണം കിടും. മറ്റൊന്നുമല്ല, ഇവരുടെ മുമ്പിൽ നാണം കിടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം വീട്ടിൽ കള്ളത്തരം പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇവിടെ റൂം എടുത്തെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയയും അതോടൊപ്പം രാധികാമ്മ എന്ത് പറയുന്നറിയില്ല. രാധികാമ്മയുടെ കാര്യം പിന്നെ പോട്ടെ, കുഴപ്പമില്ല. പക്ഷെ പ്രിയമോൾക്ക് അത് വല്ലാത്ത വിഷമം. താങ്കൾ ഒന്നിച്ചെന്ന് പറഞ്ഞാൽ പോലും ഒരു പക്ഷെ അവരെ വിശ്വസിക്കാൻ കൂട്ടാകില്ല, കള്ളത്തരം കാണിച്ചാന്നാ പറയത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് എങ്ങനെ എന്നെ രക്ഷപ്പെടണമെന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ. പിന്നീട് പുലിയോട് കഴിഞ്ഞ് അവരെങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് കാഞ്ചന പറഞ്ഞു, അത് മാമി ഒരു കാര്യം ശ്രദ്ധിച്ചോന്ന് ചോദിക്കും. എന്താ? അല്ല, മുമ്പേ അകത്തേക്ക് കയറിപ്പോയ പെൺപുലിക്ക് നല്ല വയറുണ്ടായിരുന്നു, അത് നല്ല ഗർഭിണിയായിരുന്നു തോന്നേ, ഗർഭിണി പുലിയായിരുന്നു തോന്നുന്നു പറയണം. നിനക്ക് വെറുതെ തോന്നിയതാ. അല്ല മാമി, സത്യാ പറയുന്നേ, ഇപ്പൊ കണ്ടില്ലേ, തിരിച്ചിറങ്ങി വന്ന പുലിക്ക് വയറില്ലോ എന്ന് പറയണം. അതെ, നീ വേറെ വല്ല ഓർത്തോണ്ട് നോക്കിയതായിരിക്കും, അതുകൊണ്ടായിരിക്കും നിനക്ക് വയറ് തോന്നിയത്, വയറൊന്നും ഇല്ലായിരുന്നു പറയണം. ഈ സമയം പുറത്തേക്ക് പോയ അവരെ രണ്ടുപേരും രാധിക വിളിക്കാണ്, അവിടെ ഒന്ന് നിൽക്കാൻ പറയണം. ഇത് കേട്ടതും ഗീതവും ഗോന്തും ഞെട്ടി, തങ്ങളുടെ കള്ളത്തരം പിടികൂടും തോന്നുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഓടാനും പറ്റില്ലോ, ഓടിയിട്ടെന്നെ സംശയം തോന്നുകയും ചെയ്യും. പെട്ടെന്ന് അവർ നിന്നു. അതേ, പെൺപുലി ഗർഭിണിയാന്ന് തോന്നില്ലേ, എന്താണെങ്കിലും നിങ്ങൾക്ക് കുറെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകട്ടെ, പുലിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്നും പറഞ്ഞ് അനുഗ്രഹിക്കുക. ഇത് കേട്ടതും ഗീതവും ഗോന്തും കൂടെ മനസ്സിലൊരു സന്തോഷം നിറഞ്ഞു. പെട്ടെന്ന് ഗീത പറഞ്ഞു, എന്നാ ശരി, അങ്ങനെ ആട്ടെ രാധികാമ്മയെന്ന് പറയാണ്. ഇത് കേട്ടൻ രാധികാമ്മ ഒന്ന് ഞെട്ടി, എന്റെ പേരാണല്ലോ വിളിച്ചേ. പെട്ടെന്ന് കാഞ്ചന പറഞ്ഞു, അല്ല മാമിയുടെ പേര് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുകയാണ്. ദൈവമേ, ഇനിയിപ്പോ എന്താ മറുപടി പറയുന്നേ, രാധിക എന്നുള്ള പേര്. അത് കേട്ടതും പെട്ടുപോയല്ലോ എന്ന് ഓർക്കുവാണ്. പെട്ടെന്ന് ഗീത പറഞ്ഞു, അല്ല അതിവിടെ പറയുന്നേ കേട്ടു, അങ്ങനെ പറഞ്ഞാന്ന് പറയണം, മുഖം മൂടി അഴിക്കാതെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നേ. ഇത് കേട്ടപ്പോ കാഞ്ചനയോട് പെട്ടെന്ന് രാധിക പറഞ്ഞു, കേട്ടില്ലേ, ആ പെൺപുലി അത് കേട്ടിട്ട് പേര് പറഞ്ഞ, എന്റെ പേര് കേട്ടിട്ട് പറഞ്ഞ, അല്ലാതെ എന്നെ അറിയാഞ്ഞിട്ട് പറഞ്ഞൊന്നും അല്ലാന്ന് പറയണം. പിന്നീട് കോയിന്ന് പറഞ്ഞു, ബാ പോകാന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ്. ഈ സമയം കാഞ്ചനയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ. കാഞ്ചനയ്ക്ക് ടെൻഷനേക്കാൾ ഉപരി ഒരു സംശയം, എവിടെയോ കേട്ട നല്ല പരിചയമുള്ള സൗണ്ട് പോലെ ഉണ്ടല്ലോ എന്ന്. ഇനിയിപ്പം മാമിയോട് പറഞ്ഞിട്ട് കാര്യമില്ല, മാമിയോട് പറഞ്ഞാൽ മാമി തന്നെ തെറ്റിദ്ധരിക്കുള്ളൂ കാഞ്ചനയ്ക്ക് മനസ്സിലായി. അപ്പൊ ഇനി അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനിയപ്പോ അവിടെ രക്ഷപ്പെടുവോ, അതിനു മുമ്പ് ഇനി പിടി വീഴുവോ എന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.